ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂളപ്പുഴുക്കാണ്. അതായത് എൻ്റെ ഒരു സ്റ്റൈലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും പൂള അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ കഴുകി കുക്കറിലും വെച്ചു. ചെറുപയർ കഴുകി അടുപ്പത്തേക്ക് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് വാഴയ്ക്ക അതിനകത്ത് ഇട്ടിട്ടില്ലയെന്ന്. അപ്പം മൂപ്പര് വേഗം എന്നോട് പറഞ്ഞു ഞാൻ അരിഞ്ഞോളാം. അപ്പോൾ മൂപ്പര് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെ എല്ലാം കൂടെ വാഴയ്ക്കൊക്കെ മുറിച്ചിട്ടു. ഇതിൻ്റെ കൂടെ തന്നെ കുക്കറിൻ്റെ അടപ്പൊക്കെ തുറന്ന് അതിനകത്തേക്ക് ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചു. പക്ഷേ എന്നെ എന്ത് കാര്യത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ചങ്ങായി എന്നൊക്കെയാണ് പറയുക. റെസ്പെക്റ്റ് കൂടിയിട്ടാണോ റെസ്പെക്റ്റ് കുറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മൂപ്പര് എല്ലാ കാര്യത്തിലും അടുക്കളയിൽ സഹായിക്കും. അതിന് ഇന്നതെന്നൊന്നുമില്ല. എന്ത് കാര്യമായാലും അടുക്കളയിൽ മാത്രമല്ല എന്തൊരു കാര്യമായാലും വളരെ വളരെ വലിയ സപ്പോർട്ടാണ് ഭാഗത്ത് നിന്ന് കിട്ടുക. എന്തായാലും എൻ്റെ കഥ ഞാൻ പറയുന്നില്ല. നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. ചെറുപയർ വെന്ത് അതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ആ കുക്കറിലോട്ട് എല്ലാം കൂടെ കൊള്ളില്ല. അതുകൊണ്ട് വേറെ പാത്രത്തിലോട്ടിട്ട് പൂളയും കൂടെ ചേർത്തി മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അതുപോലെ തന്നെ അതിനകത്തേക്ക് മഞ്ഞളുടെ ആവശ്യം ഇനിയുമുണ്ട്. കുറച്ചുകൂടി മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ തേങ്ങ ചിരവാൻ എനിക്ക് നല്ല മടിയാണ്. അത് കാരണം ഞാൻ അത് പൂണ്ടിടുക എന്ന് പറയും. എനിക്കറിയില്ല നിങ്ങളെന്താ പറയുക എന്നുള്ളത്. അതിന് ശേഷം അത് ക്രഷ് ചെയ്തു അരച്ചു നന്നായിട്ട്. അതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. അത് അതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് പെരിഞ്ചീരകമാണ്. അത് ചേർത്ത് നന്നായിട്ട് അരച്ചു. അപ്പോഴേക്കും നമ്മുടെ പൂളയുടെ വാഴക്കയുടെ ഒക്കെ മിക്സ് അടുപ്പത്ത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ശകലം കൂടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി. അതിന് ശേഷം കറിവേപ്പില ഇട്ടത് ഹസ്ബൻഡാണ്. അപ്പം അതിനകത്തേക്ക് അരച്ച തേങ്ങ ചേർത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നല്ല തിളവന്നതിന് ശേഷം അത് വാങ്ങി വെക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനിത് ആദ്യം തന്നെ എടുത്തു കൊടുത്തത് എൻ്റെ മോൾക്കാണ്. അപ്പം മോളെന്നോട് ചോദിക്കുക, അമ്മ ഇത് ഗണപതിക്കുള്ളതല്ലേ ആദ്യം, അത് ഞാനാണോ എന്ന്. അപ്പോൾ എനിക്ക് അതിൽ കൂടുതലൊന്നും ചിരിക്കാനൊന്നും തോന്നിയില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഗണപതിക്ക് ആദ്യം എന്ന് എപ്പോഴും പറയുന്നതാണ്. അവൾ എന്നോട് തിരിച്ച് ചോദിച്ചത്. അപ്പോൾ എന്തായാലും അവൾക്ക് ഇഷ്ടമായി, ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പം ഇത് വിളമ്പണേൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിനകത്ത് കടുക് വറവിടണം. കടുക് വറ്റൽമുളകൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് ചെറിയൊരു മോളും കൂടി ഉണ്ട്. അപ്പം എരിവ് അധികമായാലെന്ന് വിചാരിച്ചിട്ടാണ് വറ്റൽമുളക് ഇടാതിരുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചങ്ങായിക്ക്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിനകത്തേക്ക് കടുക് ഇട്ടിട്ട് വറവിട്ട് എന്നിട്ട് മൂക്കെടുത്ത് കൊടുത്തത്. അധികം മൂത്ത് പോകണ്ട, എന്നാലും ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് പൂളയിലോട്ടേക്ക് ഒഴിക്കാം. എന്തായാലും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ എൻ്റെ ഒരു റെസിപ്പി പറഞ്ഞെന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല എല്ലാവരും ഉണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ അരപ്പിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. പുതിയ ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, താങ്ക് യു.